ഇവിടെ ചിലർ ചോദിക്കുകയാണ്, നിങ്ങളെന്താ ഹിന്ദുവിൻ്റെ കാര്യം മാത്രം പറയുന്നേ? മറ്റുള്ളവരുടെ കാര്യം ഇഷ്ടം പോലെ പറയാൻ ആൾക്കാരുണ്ട്. അവർ പറയുന്നുണ്ട്, നമ്മളതിനെ ഒന്നും എതിർക്കുന്നില്ല, ഒന്നിനെയും പുച്ഛിക്കുന്നില്ല. ഒന്നിനെയും പുച്ഛിക്കുന്നില്ല. എല്ലാത്തിൻ്റെ നന്മകളെയും നമ്മൾ ആദരിക്കുന്നു. എല്ലാത്തിലും തിന്മകൾ ഉണ്ടെന്നും നമ്മൾ മനസ്സിലാക്കുന്നു. ഹിന്ദു എന്ന് പറയുന്ന എല്ലാം നല്ലതൊന്നുമല്ല, ക്രിസ്ത്യൻ എന്ന് പറയുന്ന എല്ലാം നല്ലതൊന്നുമല്ല, മുസ്ലിം എന്ന് പറയുന്ന എല്ലാം നല്ലതല്ല. ഹിന്ദു എന്ന് പറയുന്ന എല്ലാം മോശമല്ല, ക്രിസ്ത്യൻ എന്ന് പറയുന്ന എല്ലാം മോശമല്ല, മുസ്ലിം എന്ന് പറയുന്ന എല്ലാം മോശമല്ല. എല്ലാത്തിലും നല്ലതും ചീത്തയും ഉണ്ട്. പക്ഷേ ഇസ്ലാമിക ക്രിസ്തീയ സമൂഹങ്ങളെ ഉദ്ബോധിപ്പിക്കാൻ അവരുടെ ഇഷ്ടം പോലെ അതിന് നിയോഗിക്കപ്പെട്ടവരുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഹിന്ദുവിൻ്റെ കാര്യം പറയുന്നത്. ഇവിടെ അനാരോഗ്യകരമായ അസന്തുലിത ഭാവം സമാജത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ നമ്മൾ കണ്ടനുഭവിക്കുന്നുണ്ട്. അത് തിരിച്ചറിഞ്ഞിട്ടാണ് മാർഗദർശക മണ്ഡലം ഇപ്രകാരം ഒരു യാത്ര ആലോചിച്ചത്. നോക്കൂ, ഒറ്റയ്ക്കൊറ്റയ്ക്ക് കേരളത്തിലെ എല്ലാ സന്യാസിമാരും മറ്റ് പ്രസ്ഥാനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. ഒരു നിമിഷം വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങൾ ആരും സമൂഹത്തിൽ ഇറങ്ങാത്തവരല്ല. ഞങ്ങളെല്ലാവരും ദിവസവും ഈ സമാജത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നവരാണ്. പണ്ടൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ സന്യാസിമാർ ആശ്രമത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന് പ്രവർത്തിക്കണം. ഇന്നങ്ങനെ ആരെങ്കിലും പറഞ്ഞത് കേട്ടാ എന്താ അവരോട് മറുപടി പറയേണ്ടതെന്ന് അറിയില്ല. കാരണം അത്രയ്ക്കധികം എല്ലാവരും സമാജത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അവനവൻ്റെതായ നിലയ്ക്ക്. പക്ഷേ മാർഗദർശക മണ്ഡലം എല്ലാവരും ചേർന്ന് ഒന്നിച്ച് ജാഗരണത്തിന്റെ സന്ദേശം നൽകണം എന്നുള്ള തീരുമാനമെടുത്തു. അതിനോട് എല്ലാ ഹൈന്ദവ പ്രസ്ഥാനങ്ങളും ഒത്തൊരുമിച്ചു. എല്ലാ ശ്രമങ്ങളും അത് സാമ്പ്രദായികമായി സന്യാസദീക്ഷ സ്വീകരിച്ചവരും അല്ലാത്തവരും, സന്യാസചര്യയിൽ കഴിയുന്നവര്, സാമ്പ്രദായികമായ ദീക്ഷ സ്വീകരിക്കാത്തവരായവരും എല്ലാവരും ഒത്തൊരുമിച്ചു. അങ്ങനെ ഒരു മനസ്സായിട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.